കൈയിൻ്റെ മുകളിൽ 1000 ചരടും മുട്ടറ്റം വരെയുള്ള ഒരു ട്രൗസറും വുഡ്ലാൻഡിൻ്റെ ഷൂ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഈ ബാഹുബലി പോലത്തെ നല്ലൊരു സിനിമ എടുക്കാനായില്ല. കഴിഞ്ഞ ആഴ്ച താനൊരു ഷോർട്ട് ഫിലിം നിർമ്മിച്ചില്ലേ, 5 മിനിറ്റ് ദൈർഘ്യമുള്ളത്, വെറുതെ ആയില്ലേ? 5 ലക്ഷം രൂപ വെറുതെ പ്രൊഡ്യൂസർമാരെ പറ്റിച്ചു. KGF വിളിച്ചതാ, ഞാൻ പോയിക്കില്ല ചങ്ങായി. ഇങ്ങൊക്കെ ഇങ്ങനെ പറയുന്നത് KGF ഒക്കെ ഒരു സിനിമയാണോ? അതിന്റെ ക്യാമറാമാനൊക്കെ എന്റെ കൈ കിട്ടിക്കിട്ട് അടിച്ചോ എന്റെ കരണ കുറ്റി ഞാൻ പൊളിച്ചോളി. കുട്ടിയുടെ പേരെന്താ? ഉമേഷ്. ഗാനഭൂഷൺ ആണോ? അതെ അതെ. കേട്ടോ, ഈ ഒരു വർക്ക് കഴിയുന്നതോട് കൂടി ഞാൻ മലയാള സിനിമയിലേക്ക് എടുത്ത് എറിയാൻ വേണ്ടി പോവാണ്. ഇനി ഒരു 20 ഉറുപ്പിയോട്ടെ, ചായ കുടിക്കേ. എന്താണ് നിങ്ങൾ ഈ അവാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാം നമ്മൾ ഈ അവാർഡ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സമ്പൂർണ്ണ അവാർഡ് ഗ്രാമം. അതാ സാർ, സമ്പൂർണ്ണ അവാർഡ് ഗ്രാമമാണ് സാർ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ അവാർഡ് കിട്ടാത്ത ഒരാളും ഈ ഗ്രാമത്തിൽ ഉണ്ടാവരുത്. ജബ്ബാർ ഞാൻ പോയി കാണുന്ന. ഓക്കെ, ആരാണ്? സുരേഷാ വിളിച്ചത്. ഏതോ ഒരു ജബ്ബാറിനെ പോയി കാണേ. ജബ്ബാർ പോവുക. പോവാ. എന്റെ കടിയങ്ങടത്തേടെ സ്ഥലം എവിടെയാ വീട്? ഇവിടുന്ന് 2 വീട് കഴിഞ്ഞ അപ്പുറത്തേക്കുള്ള വീടാണല്ലോ ഇപ്പൊ കണ്ടാൾ പറഞ്ഞേ. ഈ മൊട്ടക്കുന്നിന് മുകളിൽ എവിടെയാ വീട് കടിയങ്ങാടാ? നടക്ക്, ഞാൻ പിടിച്ചു തരാം, സൂക്ഷിക്കേ. 10 മിനിറ്റ് ഇവിടെ ഇരിക്കണോടോ, വയ്യ വിശപ്പ്. ഏതെങ്കിലും തണൽ നോക്കി നമുക്ക് ഇരിക്കാം. അയ്യോ, ക്ഷീണം. കടിയങ്ങട, ഈ നിഗൂഢ വനത്തിലാണോ ജബ്ബാറിന്റെ വീട്? ഇതൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല സൗന്ദര്യമുണ്ട്. കടിയങ്ങാടൻ, ഒരു വീടിക്ക് വേണ്ടി എൻ്റെ ആത്മാവ് കേഴുന്നു. ഒരു വീട് വലിക്കണോന്ന് വലിച്ചോട്. ഇവിടെ ഏതോ നടക്കലാണ്, കാറ്റാന്ന് ഇതിന്റെ മുന്നിൽ കൊണ്ടുവരുത്ത്. കടിയങ്ങാടൻ, കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ജീവിതത്തിന്റെ അഭ്രപാളികൾ ഞാൻ ബന്ധിക്കപ്പെടും. മാത്രമല്ല, ഈ മാസാവസാനം സാമ്പത്തിക ശാസ്ത്രത്തിന് വലിയൊരു തകർച്ച ഏറ്റുവാങ്ങേണ്ടി വരും. അതായത് ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഹൗസ് ഓണർ ചവിട്ടി പുറത്താക്കുമെന്ന അർത്ഥം. നിങ്ങൾക്ക് എന്റെ കഥ അറിയോ? ഇപ്പൊ താമസിക്കുന്ന വീട് ജപ്തിയായിരിക്കുക ബാങ്ക്. 15-ാം തീയതിക്കുള്ളിൽ അവാർഡ് നിശ്ചയം നടത്തിയെങ്കിലേ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. അതിനല്ലേ കടിയങ്ങാടൻ നമ്മൾ ജബ്ബാറിന്റെ അടുത്തേക്ക് പോകുന്നത്? അതെ, അദ്ദേഹം ഒരു പ്രതീക്ഷ ഉള്ളൂ. കടിയങ്ങാടൻ ഫോൺ ചിലക്കൊന്നും എടുക്കൂ. അയ്യോ, ഇത് എടുക്കാൻ പറ്റൂല. നമ്മുടെ പടത്തിന്റെ ഓഡിയേഷൻ നടത്തിയപ്പോൾ അതിൽ പങ്കെടുത്ത മക്കളാ. നമ്മുടെ പുതിയ പ്രൊജക്ട്. അതെ, അതെല്ലാം ഓക്കെ ആയതല്ലേ കടിയങ്ങാടൻ? തുടങ്ങിക്കൂടെ? എങ്ങനെ തുടങ്ങാൻ? ഡയറക്ടർ ഓക്കെയാണ്, ആർട്ട് ഡയറക്ടർ ഓക്കെയാണ്, മ്യൂസിക് ഡയറക്ടർ ഓക്കെയാണ്, എല്ലാവരും ഓക്കെയാണ്. പക്ഷെ ഒരാൾ മാത്രം ഓക്കെ അല്ല. ആര്? പ്രൊഡ്യൂസർ. കടിയങ്ങാടൻ, വളരെ ഗൗരവമുള്ളൊരു വിഷയം ഞാൻ നിരത്തുകയാണ്. നേരത്ത് ഒരു ചായയും ഒരു പൊറാട്ടയും ഒരിറ്റ് കറിയും കിട്ടാനുള്ള വല്ല വകുപ്പുമുണ്ടോ? എൻ്റെ കയ്യിൽ ആകെ ഈ വകുപ്പേ ഉള്ളൂ. ഇത് വെച്ചിട്ട് നടക്കൂല. നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നതേ വലിയൊരു മനുഷ്യനെ. അവിടെ നിന്ന് എന്തെങ്കിലും തടഞ്ഞാൽ നിങ്ങൾക്ക് വയറ് നിറച്ച് പൊറാട്ടയും ബീഫും ചായയും വാങ്ങി കഴിക്കാം. നടക്ക്. ജബ്ബാർ ഒരു കാര്യമായിട്ടാ ഏറ്റതാണോ? പരിപാടികൾ നടത്തിക്കോടി. റിമി ടോമിൻ്റെ ഗാനമേള ആയിക്കോട്ടെ, ഓളാവുമ്പേ നല്ല ഓളം ഉണ്ടാവും. ഡാൻസൊക്കെ കളിച്ചിട്ട് നല്ല ആള് കൂടിക്കോളും. പൈസനെ കുറിച്ച് നിങ്ങൾ ഭയക്കേണ്ട കാര്യമില്ല, അത് ഞാൻ ഏറ്റ്. 10 മിനിറ്റ് മുമ്പേ കുറ്റിപ്പുറത്തുനിന്ന് ഒരു ടീം ഇവിടെ വന്ന് അവാർഡ് തന്നു പോയിട്ടുള്ളൂ. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ടേ. അപ്പം ലേശം തിരക്കാണ്. ഇവിടെ 2 പേര് എന്നെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് വിളിക്കട്ടോ? ഓക്കെ. നിങ്ങൾ സുരേഷ് പറഞ്ഞ ആൾക്കാരില്ലേ? അതെ സാർ. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? താങ്കളുടെ വീട് കാണിച്ചു തരാൻ നാട്ടുകാരിൽ ഒരു വ്യക്തമായ ത്വര എനിക്ക് കാണാൻ സാധിച്ചു. മത്സരത്തിൻ്റെ. നിങ്ങളാരാണ്? 1960 മുതൽ മലയാള സിനിമയുടെ എല്ലാ ഭാവങ്ങളും കണ്ടറിഞ്ഞ മഹാപ്രതിഭ. ഭീമം, രൗദ്രം, ബീഭത്സം. എഴുത്തുകാരൻ, ചിന്തകൻ, പത്രപ്രവർത്തകൻ, നിരൂപകൻ, എല്ലാത്തിലും ഉപരി പ്രൊഡ്യൂസറും. അതിനും അപ്പുറത്തേക്ക് നമ്മുടെ ഫിലിം സൊസൈറ്റിയുടെ ജൂറി ചെയർമാനുമാണ് കുട്ടിക്കൃഷ്ണൻ സാർ. ഈ മഹാപ്രതിഭയുടെ കാലുകുത്തി തന്നെ അങ്ങയുടെ ഭാഗ്യം. ഓ, സന്തോഷം. ഇത് സുഖു കടിയങ്ങാട്. മലയാള സിനിമയെ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് എത്തിക്കാൻ ജീവിതം ഹോമിച്ച മഹത് വ്യക്തി, പ്രതിഭാധനനായ ഡയറക്ടർ. ഒരു മിനിറ്റ്, ഒരു കോൾ ചെയ്താട്ടെ. ഹലോ, ജബ്ബാറാണേടാ. അവിടെ എന്താ കഴിക്കാനുള്ളത്? മട്ടൻ മന്തി ഉണ്ടോ?
മട്ടൻ പന്നി എന്ന് പറയുന്ന വിഭവം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. വായിൽ വെള്ളം ഊർന്നു. മട്ടൻ പന്നിയല്ല, മട്ടൻ മന്തി. അതും കഴിച്ചിട്ടില്ല. ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു 2 സിനിമാക്കാർ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ആരോടും പറയണ്ട കേട്ടോ, ഇവിടെ ആൾ കൂടും. എന്നാ ശരി, ഓക്കെ. ഗോപാലൻ, ആ പ്രൊജക്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. സൂപ്പർ സ്റ്റാറുകളുടെ ഡേറ്റ് ഒക്കെ നിങ്ങൾക്കൊക്കെ ആവാം, ഞാൻ അതിൽ വില്ലിങ് അല്ല. എൻ്റെ ആത്മാംശം തരാൻ ഞാൻ തയ്യാറില്ല. മേലാൽ എൻ്റെ ഫോണിലേക്ക് വിളിക്കരുത്. അടൂർ സാറാ. അടൂരോ? എന്താ നമ്മുടെ അടുത്ത പരിപാടി? കേരളം മുഴുവൻ ഇളകി മറിയുന്ന ഒരു താരനിശയിൽ വെച്ച് സാറിന് അവാർഡ് തരിക. ദക്ഷിണേന്ത്യയിലെ മുഴുവൻ താരങ്ങൾ ആ താരനിശയിൽ ഉണ്ടാവും. മന്ത്രിമാരൊക്കെ ഉണ്ടാവില്ലേ? മന്ത്രിമാരുണ്ടാവും. മുഖ്യമന്ത്രിയായിട്ടുണ്ട് ഡിമാൻഡ്. മുഖ്യമന്ത്രിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും സാറ്. സെക്രട്ടേറിയറ്റൊക്കെ ആയിട്ട് നല്ല പരിചയത്തിലാണ് സാറ്. ഏതൊക്കെ ചാനലുകൾ ഉണ്ടാവും? അവാർഡ് പ്രഖ്യാപിക്കുന്ന ദിവസം മലയാളത്തിലെ എല്ലാ ന്യൂസ് ചാനലും ന്യൂസ് വരും. കാരണം എൻ്റെ സുഹൃത്തുക്കൾ കംപ്ലീറ്റ് ഗൾഫിലാണ്. അവർക്ക് കാണാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? അൽ ജസീറയായിട്ട് ഒരു ടൈപ്പിന് ശ്രമിക്കുന്നുണ്ട്. ആ മതി. പിന്നെ ഈ പരിപാടിന് മൊത്തം ഏത് ചാനലാ വരത്? ഡിസ്കവറി. ആ, അത് കുഴപ്പമില്ല. പിന്നെ എനിക്ക് 2-3 ഡിമാൻഡ് ഉണ്ട് കേട്ടോ. സിറ്റിക്കുള്ളിൽ കംപ്ലീറ്റ് എൻ്റെ ഫ്ലെക്സ് കയറണു. വെക്കാം. വീടിൻ്റെ മുന്നിൽ ഒരു ഫ്ലെക്സ് വേണ്ടിയിരുന്നു, പക്ഷെ ഞാൻ ഇവിടെ ഫുൾ ടൈം ഉള്ളതും കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ശോഭനൻ്റെ ഒപ്പന വേണം എനിക്ക്. ശരിയായിക്കൂടെ? സംഘടിപ്പിക്കാം. അതൊരു ദേശീയ കല കൂടിയാണല്ലോ. കാരണം റാസൽ കൈമിൽ നിന്ന് ജസ്റ്റ് മിസ്സായി പോയത് ഓളെ പെർഫോമൻസ്. ഓളെ ഒപ്പന ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. സുരേഷ് ഏട്ടൻ പറഞ്ഞ കാര്യം അത് ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. ഇതിൻ്റെ അകത്തേക്ക് ചെയ്തോളി. അല്ല, അത് നടക്കല്ല, ചെറുതാ. ഇതിൽ ചെയ്തായി സാറ്. ഓക്കെ. ബഹുമാന്യൻ, ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. ചോദിച്ചോളൂ. എത്ര കിൻഡൽ കുരുമുളക് കിട്ടും ഈ പടർപ്പിൽ നിന്ന്? ഭക്ഷണം റെഡി ആയിക്കുന്നു, കഴിച്ചിട്ട് പോയിക്കോളൂ. ആയിക്കോട്ടെ. ഓക്കെ. ആ പിന്നെ ശോഭൻ്റെ ഒപ്പൻ്റെ കാര്യം മറന്നു അല്ലേ? ഓ ആയിക്കോട്ടെ. ആ മന്തിക്കുഴി നല്ല രസമുണ്ടായിരുന്നു. മന്തിക്കുഴിയല്ല, കുഴിമന്തി. എന്തായാലും രസമുണ്ടല്ലോ. എടാ രഘു, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? സിനിമാ നടൻ. അതല്ലേ, അത് നടക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഞാൻ വരുന്നത്. ആണോ? ആ, ഈ കുട്ടിക്കൃഷ്ണ സാറും കടിയങ്ങാട സാറും എന്ന് വിചാരിച്ച ആരാ? എടോ, സിനിമയും സീരിയലൊക്കെ അരച്ച് കലക്കി കുടിച്ചോരാ. ഓര് വിചാരിച്ച എന്നെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കും. അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? എടാ, ഓരിവിടെ ഒരു അവാർഡ് നൈറ്റ് നടത്തുന്നുണ്ട്. നല്ലൊരു ഓഡിറ്റോറിയാ, ഒരു 5000 ആൾക്കാർ പങ്കെടുക്കുന്ന പരിപാടിയാ. അവിടെ നല്ലൊരു ലൈറ്റ് ആൻഡ് സൗണ്ട് വേണം. ഞാൻ ഏറ്റല്ലോ. പിന്നെ ഒരു 100 ഫ്ലക്സ് അടിച്ചിട്ട് സിറ്റി മുഴുവൻ കെട്ടണം. ഞാൻ ഒറ്റക്ക് വെക്കും. നിങ്ങളുണ്ടാ പിന്നെ എനിക്ക് എന്തും പേടിക്കാനാണ്? ഞാനുണ്ടാവൂല. നിങ്ങളവിടെ പോവാ? ഞാൻ അമ്മേന്റെ ഒരു ആവശ്യമായിട്ട് എറണാകുളത്ത് പോവുക. ഓ, സംഘടന മീറ്റിംഗ്. അതല്ലടാ, എൻ്റെ അമ്മയ്ക്ക് വയറുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോവാന്ന്. പിന്നെ ഞാനില്ലാത്തൊരു കുറവ് അവിടെ ഉണ്ടായിരുന്നു. എല്ലാം ഈ ആയിക്കൊള്ളണം. നിങ്ങളൊരു നടനാവാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതായിരിക്കും. ഞാൻ എവിടെയോ കേട്ടിട്ടുള്ളോ? അത് നമ്മളെ കുട്ടിക്കൃഷ്ണ സാർ പറഞ്ഞാ. മൂപ്പര് പറഞ്ഞ എന്നാ പിന്നെ ഒന്നും നോക്കാനില്ല. എനിക്ക് ഒരുപാട് കാര്യം ചെയ്യണ്ടേ. ഞാൻ പോവാണ്. ഇതൊക്കെ നടക്കുകയായിരിക്കും. ഹലോ ചെക്ക്. ഹലോ. എല്ലിക്കുട്ടം ഫിലിം സൊസൈറ്റിയുടെ അവാർഡ് ദാന ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയായി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, ആദരണീയരെ, ഗുരുവന്ദ്യരെ, നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഈ പുരുഷാരത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, ഇല്ലിക്കൂട്ടം ഫിലിം സൊസൈറ്റിയുടെ ജൈത്രയാത്രയിലെ സുപ്രധാനപ്പെട്ട ഒരു ദിനമാണിന്ന്. മൈക്കിൾ ജോൺസൺ അവാർഡ് ഈ വേദിയിൽ ആ അവാർഡ് നിശക്കിവിടെ തിരിതെളിയുമ്പോൾ അതിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നതിന് വേണ്ടി സൊസൈറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള കുട്ടിക്കൃഷ്ണൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, കൂടുതലൊന്നും നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഈ വേദി സുദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിന് ആയിട്ട് ഞാൻ തിരഞ്ഞെടുത്തതില്ല. ഞാനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കടിയങ്ങാടനും കൂടി ഒരിടം വരെ പോയി. അവിടെ വെച്ച് എനിക്ക് ഒരു നല്ല മനുഷ്യനെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. ആ പുണ്യാത്മാവാണ് ഈ വേദിയിൽ ഇരിക്കുന്നത്, ജബ്ബാർ. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ കവിതയായിട്ട് തന്നെ ആവിഷ്കരിക്കുകയാണ്. നിങ്ങളെല്ലാവരും അത് കേൾക്കണം.
മുത്തേ മുത്തേ ജബ്ബാർക്ക, മുത്തു മനസ്സുള്ള ജബ്ബാർക്ക, കുഴിമന്തി തന്നും ഗൂഗിൾ പേ ചെയ്തും ജനകീയനായൊരു ജബ്ബാർക്ക, വീടിനകത്തും പറമ്പിലും നിറയെ കുരുമുളകുള്ളൊരു ജബ്ബാർക്ക, ജന്മനാടിന്റെ ആദരം വാങ്ങുവാൻ ഓടിവാ ജബ്ബാർക്ക. എന്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുകയല്ല, ഉപേക്ഷിക്കുകയാണ്. എങ്ങോ പോയി മറയട്ടെ. പ്രൗഢഗംഭീരവും വർണ്ണാഭവുമായ ഈ അവാർഡ് ദിശയിൽ ഇനി അടുത്തതായി നടക്കാനുള്ളത് അവാർഡ് ദാനം എന്ന മഹത്തായ ചടങ്ങാണ്. പ്രമുഖ വ്യക്തിത്വങ്ങൾ നിരവധി ഈ വേദിയിൽ നാം കടക്കുന്നത് മൈക്കിൾ ജോൺസൺ അവാർഡ് നൈറ്റിന്റെ സുപ്രധാനമായ ഒരു ഘട്ടത്തിലേക്ക് നാം കടക്കുകയാണ്. അവാർഡ് വിതരണം. പ്രവാസി സാഹിത്യകാരനും കലാകാരനും മനുഷ്യസ്നേഹിയും ചട്ടിപ്പത്രിയിലൂടെ വിദേശ മലയാളികളെ മുഴുവൻ രുചി വൈഭവത്തിന്റെ മറ്റൊരു ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുകയും ചെയ്ത ജബ്ബാർ വെട്ടംപറമ്പിൽ, അദ്ദേഹത്തിനാണ് അവാർഡ് നൽകാനിരിക്കുന്നത്. അവാർഡ് നൽകുന്നത് സർവാദരണീയ മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ ആ ചടങ്ങ് നിർവഹിക്കുന്നത് ജൂറി ചെയർമാൻ കൂടിയായിട്ടുള്ള കുട്ടിക്കൃഷ്ണൻ സാറാണ്. സാറിനെയും ജബ്ബാർ സാറിനെയും സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. അല്ല, ശോഭന ഒന്നില്ല. ശോഭന വരുന്നുണ്ട്. ശോഭന ബ്ലോക്ക് പെട്ട് കിടക്കുക പാളയത്ത്. വരുമല്ലേ? വരും. അല്ല, നിങ്ങളല്ലേ പറഞ്ഞ അവാർഡ് നൈറ്റ് കാണാൻ ഒരുപാട് ആളുണ്ടാവും. ഒരൊറ്റ കുട്ടിയില്ലല്ലോ ഇവിടെ. ഏതോ ഒരു ബൂർഷ്വാസി കോൺട്രാക്ടർ നമ്മുടെ സംഘടിത ശക്തിയെ തകർക്കാൻ കോടതിയിൽ നിന്നും ഇഞ്ചക്ഷൻ ഓർഡർ എടുത്തു. അത് ഞാൻ അറിഞ്ഞു. നിങ്ങൾക്കൊരു ഇഞ്ചക്ഷൻ അങ്ങോട്ട് കൊടുത്തുകൂടെയോ? എന്താ വെച്ചാൽ ഇവിടെ ചില അപാകതകളൊക്കെ പറ്റിപ്പോയി. ഇതും കൂടെ കൂട്ടിയിട്ട് വലിയൊരു ഷോ നമ്മൾ ദുബായിൽ പ്ലാൻ ചെയ്യാണ്. അവിടെ മുഖ്യ അതിഥിയായിട്ട് വരുന്നത് നയൻതാരയാണ്. നയൻതാര ഉണ്ടാവും. പിന്നെ മാത്രല്ല തമ്മനെ പിന്നെ നിങ്ങളും. ഓഹോ, അല്ല, ഇത്തിരി പൈസ മുടക്കിയിട്ട് ഇതേ ഉള്ളൂ. എന്നാ പിന്നെ ഇത് എന്റെ വക.